എല്ലാവർക്കും നമസ്കാരം. രാഗ ആൻഡ് സോങ്സ് ടിപ്സിലേക്ക് നമ്മൾ ഓരോ ആഴ്ചയും ഓരോ രാഗം, അതിൽ വരുന്ന സിനിമാ പാട്ടുകൾ വളരെ ലളിതവൽക്കരിച്ച് പറയാൻ സാധിക്കുന്ന രീതിയിൽ പറയുന്നു, പാടുന്നു. അതുപോലെ അത് പലവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ അറിവിൽ ഞാൻ എൻ്റെ അറിവ് പകർന്നു തരുന്നു. അത് സന്തോഷപൂർവ്വം മനസ്സിലാക്കി സ്വീകരിക്കുന്നവർ ഒരുപാട് കൂടി വരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷം. ഇന്ന് നമ്മളൊരു എല്ലാ ആഴ്ചകളിലും ഒരു പർട്ടിക്കുലർ രാഗത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ഒരു രാഗം ആണ് ബേസ് ചെയ്ത് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അതൊരു അത്ഭുതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സംഗീതത്തിൽ സംഭവിക്കുന്ന അത്ഭുതമാണ് ശരിക്കും. നമ്മളൊരു രാഗം അല്ലെങ്കിൽ ഒരു സ്വരങ്ങൾ നമ്മൾ പാടിയിട്ട് അതേ സ്വരങ്ങളൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഭാവം വരുന്നു, വേറൊരു രാഗം വരുന്നു. അല്ല, രാഗം മാറുമ്പോഴാണ് ഭാവം മാറുന്നത്. ഒരു അത്ഭുതമാണ്, സംഗീതത്തിലുള്ളൊരു അത്ഭുതമാണ് ഇത് ശരിക്കും, അല്ലേ? ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്തസ്വരങ്ങൾ കൊണ്ട് നമ്മൾ ആയിരക്കണക്കിന് കോടിക്കണക്കിന് പാട്ടുകൾ കേൾക്കുന്നതൊക്കെ ഈ ആകെ കാണുന്ന സപ്തസ്വരങ്ങൾ അതിൻ്റെ എന്താ പറയുക, വകഭേദങ്ങളായിട്ടുള്ള സ്വരങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അതിലേക്ക് കർണാട്ടിക് മ്യൂസിക് ക്ലാസ് അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പാടിത്തരാം. അതായത് സ രേ ഗ പ ധ സ സ ധ പ ഗ രേ സ. ഒരുപാട് കേട്ട് പരിചയമുള്ളൊരു റൂട്ടാണ്, സഞ്ചാരമാണ്. മോഹനം എന്നാണ് ഈ രാഗത്തിൻ്റെ പേര്. മോഹനം ഉപയോഗിച്ചിരിക്കുന്ന സ്വരങ്ങൾ വലിയ അരിയ, സരി, വലിയ ഗ, ഗ, പിന്നെ പഞ്ചമം, ധ, വലിയ ദേവതം, സ, സധ പഗരി സ, കായം പൂ. അതുപോലെ ഒരുപാട് നീരാടുവാൻ, നിലയിൽ നീരാടുവാൻ. നമ്മൾ എടുത്തു നോക്കിയാൽ മോഹനത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞൾ കുറി മുണ്ടും ചുറ്റി, അല്ലേ? മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. മോഹനം വളരെ എന്താ പറയുക, മോഹിപ്പിക്കുന്ന രാഗം. അതാണ് ഈ മോഹനത്തിൻ്റെ പ്രത്യേകത. പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഭാവം തരുന്ന രാഗമാണ് മോഹനം. ഇപ്പോൾ മോഹനം നമ്മൾ പാടിക്കഴിഞ്ഞ് ഈ മോഹനത്തിൻ്റെ സ്വരങ്ങൾ നമുക്കൊന്ന് സരേ എന്നുള്ള സ്ഥലത്ത് സരേ ചെറിയ വയ്ക്കുക. സരേ ഗ പ ദ സ സ ദ പ ഗ രേ സ എന്ന് പാടി എന്തായി? രേവഗുപ്തി എന്ന് പറയുന്ന രാഗം. ഇതും സരിഗപദസയാണ്, മോഹനം സരിഗപദസയാണ്. അപ്പം എന്തായി? രേവഗുപ്തിയായി. സരേ ഗ പ ദ സ ദ പ ഗ രേ സ. ഗോപാലക പാഹിമാ അനിശം കേട്ടിട്ടുണ്ടാവും പലരും. രേവഗുപ്തി. ഇനി ഈ രേവഗുപ്തിയുടെ ഗ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ സ രേ ഗ എന്നുള്ള സ്ഥലത്ത് സ രേ ഗ പ ധ സ സ ധ പ ഗ രേ സ സ രേ ഗ രേ സ സ രേ ഗ രേ സ. സാധാരണ ഗാന്ധാരം, കുഞ്ഞു ഗാന്ധാരം വെച്ചാൽ എന്തായി? ഭൂപാളം എന്ന് പറയുന്ന രാഗമായി. ഇതൊക്കെ മോർണിംഗ് രാഗാസിൽ വരുന്നു. നമ്മൾ പ്രഭാതത്തിന് ആ ഒരു ഭാവം വരുത്താൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഈ മോർണിംഗ് രാഗാസാണ് നമ്മൾ പ്രഭാതം കാണിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ പ്രഭാതത്തിൻ്റെ ഒരു ഫീല് നമുക്ക് ഇതൊക്കെ കേട്ടാൽ പെട്ടെന്ന് മനസ്സിൽ ഇത് രാവിലെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു രാഗങ്ങൾ. ഇത് ഇപ്പം ഈ പറഞ്ഞ രാഗങ്ങളൊക്കെ രേവഗുപ്തി, ഭൂപാളം. അതുപോലെ
ഇനി നമുക്ക് ഈ ഭൂപാളം, രേവഗുപ്തി, മോഹനം കഴിഞ്ഞിട്ട് ഇതേ സ്വരങ്ങളാണ്, പക്ഷെ സ്വരങ്ങളൊന്ന് മാറ്റി വെച്ചാൽ കിട്ടുന്ന വേറെ രാഗം നമുക്ക് പാടാം. സരേ ഗ പധ സ ധ പ ഗ രി സ സരേ സരേ ഗ പദ സ ധ പ ഗ രി സ. ശിവരഞ്ജിനി എന്ന് പറയുന്ന രാഗം. അപ്പം നമുക്ക് ശരിക്കും അത്ഭുതമാണ്. അഷ്ടമി രോഹിണി നാളിലൻ മനസ്സൊരു, അല്ലേ, മുഗ്ധവൃന്ദാവനമായി. ശിവരഞ്ജിനി ഒരുപാട് പാട്ടുണ്ട്. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ. ഇത് ശിവരഞ്ജിനി. അപ്പോൾ ആ ഒരു അത്ഭുതം കഴിഞ്ഞു. ഇനിയോ, ഇനി ഇതേ സരിഗ പദസ സരിഗ പധ സ സദ പ ഗ രി സ. എന്തായി? സരിഗ പദ സദ പ ഗ രി സ. വാസന്തി എന്ന് പറയുന്ന രാഗം. അത്ഭുതം ആണ് അല്ലേ? ഒരു സ്വരം മാറുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മൊത്തം ഭാവങ്ങൾ മാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. സരിഗ പദ, ചെറിയ ദേവതം വയ്ക്കുക, അത് വലിയ ദേവതം വെച്ചാൽ എന്തായി? മോഹനായി. സരിഗ പദ മോഹനം. ഇവിടെ സരിഗ പദ സദ പ ഗ രി സ. കുറുക്ക് സിരിത്തവളേ എന്ന കുങ്കുമത്തെ കലിച്ചവളേ അതാണ്. വാസന്തി. ഞാൻ എല്ലാ എപ്പിസോഡും പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൊബൈൽ വെച്ച് പാടുമ്പോൾ ഒരു പാടുന്ന ചില പ്ലാൻസൊക്കെ ചിലപ്പോൾ ഒന്ന് തെന്നി മാറിയൊക്കെ പോകും. അപ്പോൾ എങ്ങനെ പാടുന്നതാണ്, ജസ്റ്റ് മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ ഒരു ടേക്ക് എടുത്ത് പാടുന്നതല്ല, അങ്ങനെ അങ്ങ് പാടി പോകുന്നു. അപ്പോൾ ഇപ്പം എന്തായി? നമ്മൾ മോഹനം ആദ്യം പാടി, അതുപോലെ രേവഗുപ്തി അതേ സ്വരങ്ങൾ ഉപയോഗിച്ച് പാടി. അതേ സ്വരങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, സ്വരങ്ങൾ അതാണ്, പക്ഷെ സ്വരങ്ങളുടെ സ്ഥാനം മാറ്റി വയ്ക്കുന്നു. ഗാ എന്ന് പറയുമ്പോൾ ഗാ ആണ്, പക്ഷെ ഗാ 2 ഗാ 3 ഗാ എന്നൊക്കെ വരുമ്പോഴുള്ള മാറ്റങ്ങളാണ് ഇത് സംഭവിക്കുന്നത്. രി ധ എന്നൊക്കെ വരുമ്പോൾ അതിലെ മാറ്റങ്ങൾ, അത് വയ്ക്കുന്ന സ്ഥലങ്ങൾ മാറുമ്പോൾ രാഗം മാറുന്നു, ഭാവം മാറുന്നു, അല്ലേ? അപ്പം നമ്മൾ ആദ്യം മോഹനത്തിനെ കുറിച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞു? രേവഗുപ്തി പറഞ്ഞു, ഭൂപാളം പറഞ്ഞു, ശിവരഞ്ജിനി പറഞ്ഞു, വാസന്തി പറഞ്ഞു. ഇനി വേറൊരു അത്ഭുതം, ഈ ശിവരഞ്ജിനിയിൽ ഇപ്പം നമ്മൾ നേരത്തെ ശിവരഞ്ജിനി പാടി സരിഗ പദ സ നേരത്തെ പാടിയല്ലോ, അതായത് അഷ്ടമി രോഹിണി പാടിയല്ലേ, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, അതൊക്കെ നമ്മൾ പാടി. ഇനി ഈ ശിവരഞ്ജിനിയുടെ ഒരു ഗാന്ധാരം കൂടെ ചേർത്താൽ മിശ്ര ശിവരഞ്ജിനിയായി മാറും. സരിഗ പദ സദ പ ഗ രി സ. അത്ഭുതമല്ലേ ശരിക്കും? 7 സ്വരങ്ങളും തഴുകി വരും മിശ്രശിവജനി. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് സംഗീതത്തിലുള്ളത്. നമ്മളത് ശരിക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയാൽ രസകരമായതും അത്ഭുതകരമായതും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സംഭവിക്കും, അല്ലേ? ഒരു സ്വരം അല്ലെങ്കിൽ ഒന്ന് മാറ്റി പാടുമ്പോൾ ഡിഫറെൻ്റായിട്ട് രാഗങ്ങൾ വരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, എന്ന് മുതൽ സംഭവിച്ചു എന്നുള്ളത് നമ്മളതിൽ പുറകിലേക്ക് പോയാൽ വളരെ അത്ഭുതങ്ങളാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതെല്ലാം കണ്ടെത്തി ഒരുപാട് രാഗങ്ങൾ നമുക്ക് കിട്ടാതെ പോയി കാണും. കാരണം പണ്ട് ഇത് പാടിയും പഠിച്ചും എന്താ പറയുക, ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കും, ശിഷ്യർ പ്രചരിപ്പിച്ചും, അങ്ങനെയാണ് നമ്മൾ കുറച്ചെങ്കിലും നമ്മളിൽ എത്തിയില്ല. അപ്പോൾ നമ്മളത് എത്താത്ത എത്ര രാഗങ്ങളുണ്ടായിരിക്കും, അതൊരു അത്ഭുതമാണ്. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, രാഗ ആൻഡ് സോങ്സ്
ഈ മോഹനത്തിലെ ഉജ്ജയിനിയിലെ ഗായിക അതൊക്കെ ഉണ്ട് മോഹനത്തിലങ്ങനെ അനുരാഗത്തിൻ താരരേ അതൊക്കെ മോഹനത്തിലെടുത്തു കഴിഞ്ഞാൽ ദേവരാജ മാഷ് ഒരുപാട് പാട്ട്, ദേവരാജ മാഷ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഗം മോഹനമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് 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 അങ്ങനെ 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 അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഈ രാഗ ആൻഡ് ടിപ്സ് എന്ന ഈ ചെറിയ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും പാടിയതിലോ സ്വരങ്ങളും മാറുന്നതിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്താം. ഇന്നത്തെ രാഗ ആൻഡ് സോങ്സ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.